വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 10th സ്റ്റാൻഡേർഡ് ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പാർട്ട് 3 വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ രണ്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതായത് കുറച്ച് തിയറി പോർഷൻ, അതുപോലെ തന്നെ ജൂൾസ് ലോ, ഓംസ് ലോ, ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പേജ് 11 അകത്തൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും ടെക്സ്റ്റ് ബുക്കായിട്ട് നല്ല അറ്റാച്ച് കീപ്പ് ചെയ്യുക, അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക. കാരണം ടെക്സ്റ്റ് ബുക്ക് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ ലൈൻ ബൈ ലൈനും ശ്രദ്ധിച്ചു വായിക്കണം. അങ്ങനെ ആണ് നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരുന്നത് അതിൽ നിന്നായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പാർട്ടിൽ നിന്നായിരിക്കും വരിക. അപ്പോൾ നിങ്ങളെപ്പോഴും ടെക്സ്റ്റ് വായിച്ചുകൊണ്ടേ ഇരിക്കണം. അതുപോലെ ബോക്സസ്, ടെക്സ്റ്റിൻ്റെ അകത്തുള്ള ബോക്സസ് ഒക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, ലൈക്ക് എന്താ ടേബിൾ ഫോർമാറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ടേബിൾ അങ്ങനെ ഫില്ല് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിവിടെ ടേബിൾ ഫോർമാറ്റിലല്ല, ഞാൻ വാല്യൂസ് എഴുതും, എന്നിട്ട് ആ ടേബിൾ അങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ള രീതി കാണിച്ചു തരും. അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് ടേബിളിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസ് നൊട്ടേറ്റ് ചെയ്യുന്ന ലെറ്റർ R ആണെന്നറിയാം. റെസിസ്റ്റൻസ് നമുക്കറിയാം നൊട്ടേറ്റ് ചെയ്യുന്ന ലെറ്റർ R, അതിൻ്റെ അകത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം 2R എന്നാണ് കൊടുത്തിട്ടുള്ളത്, 2R എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കറൻറ്റ്, ഓരോന്നും നൊട്ടേറ്റ് ചെയ്യുന്ന ലെറ്റർ എന്താണെന്ന് പഠിക്കുക. കറൻറ്റ് ഐയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, I തന്നെയാണ്. അതേപോലെ ടൈം T = T തന്നെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് എന്താ, മെയിൻ ഇക്വേഷൻ, ഹീറ്റിൻ്റെ ഇക്വേഷൻ. ജൂൾസ് ലോ പ്രകാരം ഹീറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, H = I² RT. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ബോക്സ് ഫില്ല് ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ബോക്സ് ഫില്ല് ചെയ്യുന്നതിനെക്കാട്ടി നമ്മളവിടെ എഴുതി വയ്ക്കുക, H = I² RT എന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ ചേഞ്ച് ഇൻ ഹീറ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം H = I² RT. നമ്മൾക്ക് തന്നിട്ടുള്ള ഐയുടെ വാല്യൂ I തന്നെയാണ്. അപ്പോൾ ഐക്ക് മാറ്റൊന്നുമില്ല, I². പക്ഷെ ആറിൻ്റെ വാല്യൂ 2R എന്നാണ് തന്നില്ല. അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതണം, 2R എന്ന് എഴുതണം. ടിയുടെ വാല്യൂ സ്മോൾ t തന്നെയാണ്. ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇതിനൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അതായത് നമ്പർ ഉള്ളത് മുന്നിലേക്ക് കൊണ്ടും. അവിടെ നമ്പറായി കിടക്കുന്നത് 2 ആണ്. 2I² RT എന്ന് കിട്ടും. ഈ I², അതായത് ഈ I² RT എന്ന് പറഞ്ഞാൽ എന്താ, H ആണെന്നറിയാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, 2H എന്ന് ആൻസർ കിട്ടും. 2H. അപ്പം നമ്മൾ എന്ത് എഴുതണം, എന്താ അവിടെ ചേഞ്ച് വന്നത്, ട്വൈസ് എന്നാൽ അതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ട്വൈസ് എന്ന് എഴുതണം, ട്വൈസ് ഓഫ് ഹീറ്റ്. ഓക്കെ. ഇനി സെക്കൻഡ് കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, റെസിസ്റ്റൻസ് R = R തന്നെയാണ് തന്നിട്ടുള്ളത്, ചേഞ്ച് ഒന്നുമില്ല. കറൻറ്റ് I = 2I എന്നാണ് തന്നിട്ടുള്ളത്. അതേപോലെ ടൈം സ്മോൾ t = T എന്നാണ്. ഉടനടി നമുക്ക് അറിയുന്ന ഇക്വേഷൻ എഴുതി, H = I² RT = ഐയുടെ കാര്യത്തിൽ I എന്നാണോ കൊടുത്തിട്ടുള്ളത്, അല്ല, 2I എന്നാണ്. അപ്പോൾ 2I². ഈ 2I² എന്ന് പറയുമ്പോൾ ഐക്ക് മാത്രമല്ല, സ്ക്വയർ 2നും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ
എഴുതുക, ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് പഠിക്കാം. 2i². ഈ ആറിനും മാറ്റമൊന്നുമില്ല, ആറ് ടിക്കും മാറ്റമൊന്നുമില്ല. ഇനി 2i² എന്ന് പറഞ്ഞാൽ രണ്ടിനും കൂടിയിട്ടാണ് സ്ക്വയർ ബാധകം. അപ്പം 2ൻ്റെ സ്ക്വയറും കാണണം, അതിൻ്റെ സ്ക്വയറും കാണണം. 2ൻ്റെ സ്ക്വയർ കാണുകയാണെങ്കിൽ 4, പിന്നെ അതിൻ്റെ സ്ക്വയർ കാണുകയാണെങ്കിൽ 4 ഇൻറ്റു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് വരിക. 4 ഇൻറ്റു i² RT. ഈ i² RT h ആണെന്നറിയാം. അപ്പം നമുക്ക് 4h എന്ന് കിട്ടും, ചേഞ്ച് ഇൻ ഹീറ്റ്. പിന്നെ നമ്മൾ തേർഡ് കേസ് എടുത്ത് നോക്കാം. തേർഡ് കേസിൽ ആറെന്ന് ഞാൻ ഷോർട്ടാക്കി എഴുതുക, റെസിസ്റ്റൻസ് ആണ്. ആറിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് R/2 I. I എന്ന് പറഞ്ഞാൽ കറൻ്റ് ആണ്. ഇനിയിപ്പോൾ കൂടെക്കൂടെ ആ റെസിസ്റ്റൻസൊന്നും കറൻറ്റൊന്നും എഴുതണില്ല. I ആണ്. ടൈം T ഈക്വൽ ടു T ആണെന്നുള്ളത് നമുക്കറിയാം. H ഈക്വൽ ടു എന്താണെന്നറിയാം, i² RT ആണെന്നറിയാം. ഇവിടെ i² മാറ്റമൊന്നുമില്ല. ആറിൻ്റെ അവിടെ R/2 എന്ന് വരും. T i² R/2 ഇൻറ്റു T. ഇവിടെ R/2 എന്ന് ഈ /2 നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഈ /2 പുറത്തേക്ക് എടുക്കുമ്പോൾ പുറത്ത് തന്നെ 1/2 വന്നു. ഇനി ബോക്സിൻ്റെ അടുത്ത് വരിക i² RT. അപ്പം എന്താ, ഇത് h ആണെന്നറിയാം, ½ h. ചേഞ്ച് ഇൻ ഹീറ്റ് കിട്ടിക്കഴിഞ്ഞു, ½ h എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത കേസിൽ പോവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് R ഈക്വൽ ടു R എന്ന് തന്നെയാണ്, I ഈക്വൽ ടു I തന്നെയാണ്, T ഈക്വൽ ടു ടൈമിലാണ് വ്യത്യാസം കൊടുത്തിട്ടില്ല, ടൈം 2t എന്നാണ് കൊടുത്തല്ലേ. ഉടനടി നമുക്കറിയണ ഇക്വേഷൻ എഴുതി ജൂൾസ് ലോ പ്രകാരം H ഈക്വൽ ടു i² RT എന്ന് എഴുതി. ഇനി ഇതിൽ ഐക്ക് മാറ്റമുണ്ടോ? ഇല്ല, I തന്നെയാണ്. i² ആറിനും മാറ്റില്ല. പക്ഷെ ടിയുടെ സ്ഥാനത്ത് എന്താ, 2t എന്നാണ്. ഞാൻ പറഞ്ഞു റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമ്പർ ഉള്ളത് ഫ്രണ്ടിക്ക് കൊണ്ടുവരിക. അപ്പോൾ 2 ആണ് നമ്പറായിട്ട് കിടക്കുന്നത്. 2 ഫ്രണ്ടിക്ക് കൊണ്ടുവന്നു. ബാക്കിയുള്ളത് i² RT. 2i² RT. 2i² RT. ഈ i² RT എന്താണെന്നറിയാം, h ആണെന്നറിയാം. അപ്പം നമുക്ക് കിട്ടിയ ആൻസർ 2h. അപ്പോൾ ചേഞ്ച് ഇൻ ഹീറ്റ് എന്താ വന്നത്, ഡബിൾ ആവുകയാണ് ചെയ്തത്. അതേപോലെ അടുത്ത കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ R എന്ന് പറയുന്നത് R തന്നെയാണ്. അതേപോലെ I എന്ന് പറയുന്നത് I. T എന്ന് പറയുന്നത് T/2 വന്നു. നമുക്കറിയണ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതി ചെയ്ത് പോവുക, സ്റ്റെപ്പായിട്ട് നീറ്റായി ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കൊരു ഇംപ്രഷൻ കിട്ടും. ഈക്വൽ ടു i² RT ആണെന്നറിയാം. ഐക്ക് മാറ്റമൊന്നുമില്ല, ആറിനും മാറ്റില്ല. T/2 i² RT/2. i² RT/2 എന്നാണ് കിട്ടിയത്. ഈ T/2 എന്ന് പറഞ്ഞാൽ 1/2 പുറത്തേക്ക് എടുക്കാം. അതായത് ഞാൻ പറഞ്ഞു നമ്പറൊക്കെ ഫ്രണ്ടിലേക്ക് എഴുതണം. ഈ T/2 ന്ന് 1/2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ എന്താ ഉള്ളത്, i² RT. അപ്പോൾ i² RT h ആണെന്നറിയാം. 1/2h, അതായത് ½
എച്ച് ആണ് ചേഞ്ച് ഇൻ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ കോളം ഫില്ല് ചെയ്യാൻ ഈസിയാണ്. നിങ്ങൾ ജസ്റ്റ് ജൂൾസിലോടെ ഇക്വേഷൻ H=I²RT എന്ന് പറഞ്ഞ ഇക്വേഷൻ നോട്ട് ചെയ്യുക. ആ ഇക്വേഷൻ അനുസരിച്ച് ചെയ്ത് നോക്കുക. നമ്മൾ സൈഡിൽ ഇങ്ങനെ H= ഞാൻ ഈ കാണിച്ച പോലെ തന്നെ I²RT എന്ന് എഴുതുക. ഐയുടെ വാല്യൂ എന്താണോ തന്നിട്ടുള്ളത് അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ R, അതേപോലെ T. ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇതിൽ ചേഞ്ച് കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ I 2I ആക്കിയിട്ടും R 2R ആക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ചേഞ്ച്, അല്ലെങ്കിൽ T എന്ന് പറയുന്നത് T/2. അപ്പോൾ ഇങ്ങനെ /2 അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ ലാസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമ്പർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ 2 എന്നുള്ളതാണെങ്കിൽ 2 ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഉള്ളിൽ H=I²RT എന്നാണ് വരേണ്ടത്. അപ്പോൾ I²RT എന്നുള്ള രീതിയിലേക്ക് ഉള്ളിലേക്ക് ആക്കുക. അപ്പോൾ സംതിങ് ഇപ്പോൾ 2H ആയിരിക്കാം, 3H ആയിരിക്കാം, ½ ആയിരിക്കാം, അങ്ങനെ നമുക്ക് കിട്ടും. റീഅറേഞ്ച് ചെയ്യുമ്പോൾ തെറ്റിക്കരുത്, നമ്പർ പുറത്തേക്ക് എഴുതുമ്പോൾ തെറ്റിക്കരുത്. പലരും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. റീഅറേഞ്ച് ചെയ്യാൻ ചിലപ്പോൾ ചിലർക്ക് അറിയില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള പ്രോബ്ലംസ് ആണ്, അതായത് ജൂൾസ് ലോ വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ പഠിക്കുന്നത് എന്താ, നമ്മൾ പഠിച്ചിട്ടുള്ള കറൻറ്റിൻ്റെ യൂണിറ്റ് ആംപിയർ, റെസിസ്റ്റൻസ് ഓം, അതേപോലെ ടൈം ഇൻ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കേസിൽ ടൈമൊക്കെ മിനിറ്റിലാണ് തരിക. അപ്പോൾ ടൈം കൺവേർഷൻ ശ്രദ്ധിക്കണം. ചിലർ ടൈം കൺവേർഷൻ ചെയ്യാണ്ട് തന്നിട്ടുള്ള നമ്പർ തന്നെ ഇട്ട് പ്രോബ്ലം ചെയ്യും, ലാസ്റ്റ് ആൻസർ തെറ്റാവും, നല്ല വേരിയേഷൻ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതന്നെ ശ്രദ്ധിക്കുക. അതായത് മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ ഇൻറ്റു 60 ചെയ്യണം. സെക്കൻഡ് ആക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പ്രോബ്ലം പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനാണ്, അതെങ്ങനെയാണ് കിട്ടണമെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഞാൻ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് produced 0.2 A current flows through a conductor of resistance 200 ohm എന്നാണ് സിമ്പിൾ, നിങ്ങൾക്കറിയാം. 4-5 മിനിറ്റ് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താ, ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഈസ് 0.2 A കറൻറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm ഫോർ 5 മിനിറ്റ്. അപ്പോൾ ഹീറ്റ് ഡെവലപ്ഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ജൂൾസ് ലോ പ്രകാരം ഹീറ്റ് ഡെവലപ്പ് ചെയ്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ആദ്യം തന്നെ എഴുതേണ്ടത് ആൻസർ ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കണം. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ, ഗിവൺ ഡാറ്റ ഫസ്റ്റ് എഴുതണം. ഇങ്ങനെ ഗിവൺ ഡാറ്റ എന്ന് എഴുതുക, ലൈൻ വരയ്ക്കുക, ലെറ്റേഴ്സ് യൂസ് ചെയ്താൽ മതി. വേണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് പറയുന്നു. ഹീറ്റ് ഡെവലപ്ഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹീറ്റ് H ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള കറൻറ്റിനെ നൊട്ടേറ്റ് ചെയ്യുക, വീണ്ടും പറഞ്ഞു പോവുകയാണ്. ലാസ്റ്റൊക്കെ ഇനി ലെറ്റർ അപ്പ് യൂസ് ചെയ്യുള്ളൂ. I ഈക്വൽ ടു 0.2 ആംപിയർ. അതേപോലെ റെസിസ്റ്റൻസ് R
ഈക്വൽ ടു 200 ഓം. അതേപോലെ ടൈം ടി ഈക്വൽ ടു 5 മിനിറ്റ് എന്നാണ് തന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ മുന്നേ എന്താ മിനിറ്റ് എന്നല്ല നമ്മൾ ജൂൾസിലോ പഠിച്ചിട്ടുള്ള ഏതാ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ചിലർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാണ്ട് ഈ 5 മിനിറ്റ് തന്നെ എടുത്ത് ചെയ്യും, ലാസ്റ്റ് കിട്ടുന്ന ആൻസർ തെറ്റായിരിക്കും. അപ്പോൾ ഈ 5 മിനിറ്റിന് ഇതിൻ്റെ കൂടെ തന്നെ കൺവേർട്ട് ചെയ്തിട്ട് പോവാം. 5 ഇൻറ്റു 60 അത്രയും സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നമുക്കറിയണ മെയിൻ ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. H ഈക്വൽ ടു I സ്ക്വയർ ആർ ടി ആണെന്ന് അറിയാം. ഇതിലെല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഐയുടെ വാല്യൂ 0.2 സ്ക്വയർ ഇൻറ്റു ആറിൻ്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ള 200 ഇൻറ്റു ടി 5 മിനിറ്റ് ആണ്. ആ 5 മിനിറ്റ് എന്നല്ല എഴുതേണ്ടത്, അതിന് സെക്കൻഡ് ആക്കണം. അതായത് 5 ഇൻറ്റു 60 സെക്കൻഡ്. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.2 സ്ക്വയർ എന്ന് പറയണത് എന്താ? 0.2 ഇൻറ്റു 0.2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ നമ്പർ കൊണ്ട് എൻ്റെ ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ എത്ര കിട്ടും? ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം. കിട്ടണ വാല്യൂ 2400 ജൂളിലാണ്. യൂണിറ്റ് എഴുതാട്ടോ. ഇപ്പോൾ ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂളാണത്. ചിലർ 2400 എന്ന് എഴുതിയിട്ട് ആൻസർ ഞങ്ങൾ ക്ലോസ് ചെയ്യും. ആ ജൂളെന്ന് എഴുതിയില്ലെങ്കിൽ അവിടെ നിങ്ങളുടെ മാർക്ക് പോവും. ഏത് പ്രോബ്ലം എടുത്ത് നോക്കിയാലും യൂണിറ്റ് കൂടെ എഴുതി പോവാം. നമുക്ക് ജൂളിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് 4.2 ജൂൾ എന്ന് പറയുന്നത് 1 കലോറി ആണെന്ന് പറയുന്നുണ്ട്. 4.2 ജൂൾ എന്ന് പറയുന്നത് 1 കലോറി ആണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഈ പ്രോബ്ലത്തിൻ്റെ അടിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെയാണ്. 4.2 ജൂൾ എന്ന് പറയുന്നത് 1 കലോറിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള 2400 എന്ന് പറഞ്ഞ ആൻസർ ജൂളിലാണ്. അത് കലോറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. അത് കലോറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അതായത് 4.2 എന്ന് പറയുന്നത് 1 കലോറി വരും. നമുക്ക് എത്ര ജൂളുണ്ട്? 2400 ജൂളുണ്ട്. ഇതിന് എത്ര കലോറി വരും എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 4.2ന് 1 2400ന് എത്ര? ഈ എത്ര എന്നുള്ളതിന് ജസ്റ്റ് ഞാൻ എന്ന് നോട്ടേറ്റ് ചെയ്തു. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. ഞാൻ ആരോ ഇട്ടത് ശ്രദ്ധിക്കുക. അതായത് 4.2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻറ്റു എ ഈക്വൽ ടു 1 ഇൻറ്റു 2400. അപ്പോൾ 4.2 ഇൻറ്റു എ എന്ന് പറയുന്നത് 4.2 എ ഈക്വൽ ടു 1 ഇൻറ്റു 2400. ഇനി നമുക്ക് കിട്ടേണ്ട വാല്യൂ എ ആണ്. അതിനെ അവിടെ ഒറ്റയ്ക്ക് നിർത്താം. ഇപ്പുറത്ത് നോക്കുമ്പോൾ ഓൾറെഡി എന്തുണ്ട്? 2400 ഉണ്ട്. ഈ 4.2 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനായിട്ടാണ് നിൽക്കുന്നത്. അതായത് 4.2 ഇൻറ്റു എ ആണ് നിൽക്കുന്നത്. ആ എനെ ഒറ്റയ്ക്ക് നിർത്തുക. കാരണം എയുടെ വാല്യൂ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 4.2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. ഞാൻ പറഞ്ഞു ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയത് ഡിവിഷൻ ആവും, ഡിവിഷൻ ആയിരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ 2400 ഡിവൈഡ് ബൈ 4.2 എ ഈക്വൽ ടു എന്ത് കിട്ടും? 571.42 കലോറി എന്ന് കിട്ടും. അതായത് നമുക്ക് കിട്ടിയ 2400 ജൂളിനെ നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്തു? കലോറി ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ 571.42 കലോറിന്ന് ആൻസർ കിട്ടി. അപ്പോൾ നിങ്ങൾ എക്സാമിന് പഠിച്ചേക്കുക. 4.2 ജൂൾ എന്ന് പറയുന്നത് 1 കലോറിയാണ് ബേസ് പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 4.2ന് നേരെ 1 കലോറിന്ന് എഴുതുക. അടിയിൽ നമുക്ക് ഏത് ജൂളാണോ കൺവേർട്ട് ചെയ്യണത് അത് 4.2ൻ്റെ എഴുതുക. ഈക്വൽ ടു എത്രയാണെന്ന് നമുക്കറിയില്ല. നമ്മളതൊരു ലെറ്റർ വെച്ച് നോട്ടേറ്റ് ചെയ്യാണ്. സപ്പോസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതിൽ ഏത് ഇപ്പോൾ എ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതിനെ ഒറ്റയ്ക്ക് നിർത്തുക. ബാക്കിയുള്ളതിനൊക്കെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക.
അപ്പോൾ 4.2 ജൂളാണ് 1 കലോറി എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഇനി നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഞാൻ സെക്കൻഡ് പ്രോബ്ലം ഇവിടെ ടൈപ്പ് ചെയ്യാം. Find out the heat developed in 3 minutes by a device of resistance 920 ohm working under 230 volt. Question ഒന്നുകൂടി വായിക്കാം. Find out the heat developed in 3 minutes by a device of resistance 920 ohm working under 230 volt. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെഴുതാം? ആൻസർ എഴുതാം. ഗിവൺ ഡാറ്റ ഇങ്ങനെ തന്നെ എഴുതി ശീലിക്കുക. ഗിവൺ ഡാറ്റ എന്താ തന്നിട്ടുള്ളത്? ടൈം തന്നിട്ടുണ്ട്. ടി ഈക്വൽ ടു 3 മിനിറ്റിലാണ് തന്നിട്ടുള്ളത്. അപ്പം തന്നെ കൺവേർട്ട് ചെയ്ത് പോവുക. 3 × 60 സെക്കൻഡ്. 6 തന്നിട്ടുണ്ട്. 920 ഓം റെസിസ്റ്റൻസ് 920 ഓം. വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളത്. എത്രയാ? 230. നേരത്തെ കേസ് പോലെയല്ല, ഇവിടെ വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളത്. നമുക്കറിയണ ഒരു ഇക്വേഷൻ, അതായത് നമുക്കറിയണ ഒരു ഇക്വേഷൻ എന്താ? അക്കോർഡിംഗ് ടു ജൂൾസ് ലോ എന്താ? H = I² RT. ഇനി ഈ ഇക്വേഷനിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നേരത്തെ പ്രോബ്ലം പോലെയല്ല, ഇവിടെ ഐയുടെ വാല്യൂ തന്നിട്ടില്ല. പകരം തന്നിട്ടുള്ളത് വോൾട്ടേജിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഈ ഐനെ വോൾട്ടേജിൻ്റെ ടേമിലേക്ക് എഴുതുക. ഞാൻ പറഞ്ഞു ജൂൾസ് ലോയുടെ ഒരു ഡെറിവേഷൻ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ സബ്ബായിട്ട് വേറെ കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്കത് പഠിക്കേണ്ടി വരും. ടേംസ് മാറിയിട്ട് ചോദിക്കുമ്പോൾ ആ ഇക്വേഷനൊക്കെ അറിഞ്ഞിരിക്കണം. അല്ലാതെ H = I² RT ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ പോരാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് പഠിച്ചിട്ടുള്ളതാണ് കറൻറ്റ് I = V/R എന്നുള്ള ഇക്വേഷൻ. കറൻറ്റ് I = V/R എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു H = I² RT, I = എന്താ? V/R. അപ്പോൾ ഈ V/R എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ എബോവ് ഇക്വേഷൻ. എബോവ് മീൻസ് സപ്പോസ് ഇത് ഇക്വേഷൻ 1 ആണ് ചോദിക്കുക. ഇൻ ഇക്വേഷൻ 1 എന്ത് കിട്ടും? ഐക്ക് V/R എന്ന് കൊടുക്കുക. ഈക്വൽ ടു V/R. അതിനെ V/R എന്നാക്കി. മേലെ സ്ക്വയർ ഉണ്ട്, I² ആണല്ലോ. RT V/R² RT. ഈ V/R² എന്ന് പറയുന്നത് ഈ വിക്കും സ്ക്വയർ ബാധകമാണ്, അതേപോലെ തന്നെ ആറിനും സ്ക്വയർ ബാധകമാണ്. അപ്പോൾ V²/R² ഇൻറ്റു എന്താ? R × T. V²/R² ഇൻറ്റു R × T. ഞാൻ പറഞ്ഞു ഈ V² അവിടെ നിൽക്കട്ടെ. ഈ R², അതായത് ഏതെങ്കിലും നമ്പറിനെ സ്ക്വയർ ചെയ്യാൻ പറഞ്ഞാൽ ആ നമ്പർ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു നേരത്തെ എക്സാമ്പിൾ. R × R, മേലെ R × T ഉണ്ട്. ഈ ഒരു ആറും ഈ ഒരു ആറും വെട്ടിപ്പോവില്ലേ? ഡിവൈഡ് ചെയ്തൂടെ? പോവും. അപ്പോൾ ബാക്കിയുള്ളത് V²/R ഇൻറ്റു T എന്നാണ്. V²/R ഇൻറ്റു T എന്ന് കിട്ടി.
ഇപ്പോൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അതായത് വിയുടെ വാല്യൂ അറിയാം, 230 ആണെന്ന് അറിയാം. അതേപോലെ ആറിൻ്റെ വാല്യൂ 920 ആണെന്ന് അറിയാം. ടി ഇൻ സെക്കൻഡ് 3 × 60 ആണെന്ന് അറിയാം. 230² എന്ന് പറയുന്നത് 230 × 230 ആണ്, ബൈ 920 × 3 × 60 വരും. നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, ഷോർട്ട് ഫോം ആക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 10350 ജൂൾ എന്ന് ആൻസർ കിട്ടും. നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. ഇത് 2 ഫോമാറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത സെക്കൻഡ് ഫോമാറ്റ് ആണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് ഫോമാറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഫോമാറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണതാണ് എനിക്ക് കുറച്ചും കൂടി തോന്നി. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഫസ്റ്റ് ഫോമാറ്റ് ഞാൻ സെക്കൻഡ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെക്കൻഡ് കേസ് ഇത് ഒരു ഇതിൽ ചെയ്യാം. അതായത് എച്ച് എന്ന് പറയണത് ഈ സെയിം വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. I² RT ആണെന്ന് നമുക്കറിയാം. അതിൽ I V/R ആണെന്ന് അറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? V/R² ഐക്ക് പകരം ഇട്ടു, RT എന്നിട്ടു. അങ്ങനെ V² ഇങ്ങനെ ഞാൻ പറഞ്ഞ V/R എന്ന് പറയുമ്പോൾ V/V²/R² എന്ന് വരും. കാരണം ഈ സ്ക്വയർ രണ്ടിന് ബാധക ഇൻറ്റു RT. ഈ ആറ് ഇവിടുത്തെ ഒരു ആറും ക്യാൻസലായി പോവും. ലാസ്റ്റ് ആൻസർ ഇങ്ങനെ വരും, V²/R ഇൻറ്റു T എന്ന് വരും. V²/R ഈ സെയിം മെത്തേഡിലേക്ക് തന്നെയാണ് പോണത്. ഫൈനൽ ആൻസർ 10350 ജൂൾ എന്ന് കിട്ടും. വലിയ വ്യത്യാസമൊന്നുമില്ല. മറ്റേത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. ഇനി അവരൊരു കണ്ടീഷൻ വെച്ചിട്ടുള്ളത്, നമ്മളിപ്പോൾ യൂസ് ചെയ്ത ഇക്വേഷൻ H = I² RT എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഐയുടെ വാല്യൂ മാറ്റി വേറെ ഇക്വേഷനാണ് യൂസ് ചെയ്തത്. അതായത് H = I², ഐക്ക് പകരം V/R² ഇൻറ്റു R ഇൻറ്റു T. അതായത് അതിൻ്റെ കട്ട് ഓഫ് ചെയ്തിട്ട് ഞാനിപ്പോൾ കാണിച്ചു തന്ന പോലെ. ഇനി നമ്മൾ ജൂൾസ് ലോയുടെ കാര്യം ഡിറൈവ് ചെയ്യുമ്പോൾ പറഞ്ഞു H = VIT എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ്റെ Hന് ഇപ്പോൾ പല ഇക്വേഷൻസും നമ്മൾ പഠിച്ചു. എന്താ I² RT പറഞ്ഞു. പിന്നെ ഐക്ക് പകരം വിയുടെ ടേംസിൽ എഴുതുമ്പോൾ V/R² ഇൻറ്റു RT എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ H = VIT എന്നും നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ H = VIT വെച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് H = VIT. ഇതിൽ നമുക്ക് അറിയണത് എന്താ? V അറിയാം, R അറിയാം, അതേപോലെ T അറിയാം. ഏതാ അറിയാത്തത്? I നമുക്ക് തന്നിട്ടില്ല. Iനെ നമ്മൾ എന്ത് എഴുതി? V/R എന്ന് എഴുതി. അപ്പോൾ V അറിയാം, Iനെ നമ്മൾ എന്ത് എഴുതാണ്? V/R. അതായത് V ഇൻറ്റു V/R ഇൻറ്റു T. ഇപ്പം അല്ലാതെ ഉണ്ടല്ലോ. അതായത് V എന്ന് പറയുന്നത് 230 ഇൻറ്റു 230 ഡിവൈഡഡ് ബൈ 920 ഇൻറ്റു T എന്ന് പറയുന്നത് 3 × 60 ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ 230/920 എഴുതാം. ഷോർട്ട് ഫോമിലേക്ക് എഴുതാം. ആൻസർ ഫൈനൽ ആൻസർ 10350 ജൂൾ എന്ന് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് എടുക്കാൻ നോക്കുന്നത്. കുറച്ചും കൂടി പ്രോബ്ലം ഉണ്ട്. ഒരുപാട് പറയുമ്പോൾ ആർക്കെങ്കിലും ബോറടിക്കും. ഇപ്പം തന്നെ അത്യാവശ്യം ഡിസ്കസ് ചെയ്തപ്പോൾ പ്രോബ്ലം തരുമ്പോൾ ഗിവൺ ഡാറ്റ ആദ്യം എടുത്ത് എഴുതുക. ഞാൻ പറഞ്ഞു 3 ഇക്വേഷൻ വേണ്ടി. അപ്പോൾ ഇത് ജൂൾസ് ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. H = VIT, H = I² RT, അതേപോലെ തന്നെ H = V/R² ഇൻറ്റു RT. R ഇൻറ്റു T എന്നാണ് മീനിങ്. അപ്പോൾ ഈ 3 വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ആൻസർ സെയിം ആയിരിക്കും.
പല മെത്തേഡായിരിക്കും. ഞാൻ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂട്ട് മെത്തേഡാണ്. അതായത് വിയും ആറും തന്നാൽ നമ്മൾ ഐ കണ്ടുപിടിക്കണം. ഐയും ആറും തന്നാൽ വി കണ്ടുപിടിക്കാനും നമുക്കറിയണം. ഞാൻ പറഞ്ഞു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് നമ്മളത് കണ്ടുപിടിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. അപ്പോൾ ബൈ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.